ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെൽനെറ്റ് എക്സ്പ്ലോയിറ്റ് ആണ് ത്രൂ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്ന വൾണറബിലിറ്റി വഴി നമ്മൾ ടെൽനെറ്റ് സർവീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പോർട്ട് 23 ഓപ്പൺ ആണ്. അവിടെ സർവീസ് ടെൽനെറ്റ്. അതിൻ്റെ വേർഷൻ ഓൾസോ നോക്കുകയാണെങ്കിൽ ലിനക്സ് ടെൽനെറ്റ് ഡി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വേർഷൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. FTPയുടെ കേസിൽ നമുക്കൊരു 2.3.4 എന്നൊരു എക്സാക്ട് നമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ജസ്റ്റ് ആ വേർഷൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ FTP എക്സ്പ്ലോയിറ്റിൻ്റെ കേസ് പോലെ തന്നെ പുതിയ ടെർമിനലിൽ നമ്മുടെ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് നമുക്കിതിന് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂള് നമുക്ക് എടുക്കാം. സെർച്ച് എക്സ്പ്ലോയിറ്റ് സ്പേസ് എന്താ പേര് ലിനക്സ് ടെൽനെറ്റ് ഡി. കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 2 എക്സ്പ്ലോയിറ്റിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. നെറ്റ് കിറ്റ് 0.17 ടെൽനെറ്റ് ഡി ബ്രാക്കറ്റിൽ ഫെഡോറ 31 കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഫെഡോറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ റണ്ണാവില്ല എന്ന് ഉറപ്പാണ്. സെക്കൻഡ് നോക്കാം. ടെൽനെറ്റ് ഡി എൻക്രിപ്റ്റ് കീ ID ഫംഗ്ഷൻ പോയിന്റ് ഓവർറൈറ്റ്. ഓക്കെ, ഇത് കണ്ടാലും നമ്മുടെ വേർഷൻ പോലെ തോന്നുന്നില്ല. അപ്പോൾ ഇതുമല്ല. അതേപോലെ താഴെയും കൊടുത്തിട്ടുണ്ട് ലിനക്സ് -mips. ഓക്കെ, ഇതും നമ്മുടെ ആയിട്ട് വലിയ തീരെ സാമ്യമില്ല. നമുക്ക് കാണാം നമ്മുടെ ലിനക്സ് ടെൽനെറ്റ് ഡി ആണ്. ജസ്റ്റ് ടെൽനെറ്റിൻ്റെ പല എക്സ്പ്ലോയിറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വർക്ക് ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം ടെൽനെറ്റ് എപ്പോഴും വർക്ക് ആവുന്നത് അവിടെ ഒരു ഓതൻറ്റിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ ടെൽനെറ്റ് എന്ന് കൊടുത്ത് നോക്കാം. എന്താണ് അവിടെ ഓതൻറ്റിക്കേഷനും കാര്യങ്ങളും ചോദിക്കാൻ നോക്കാം. ക്ലിയർ ചെയ്യാണ്. നമുക്ക് ടെൽനെറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ടെൽനെറ്റ് ഒരു ടൂളുണ്ട്. -h കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇൻവാലിഡ് ഓപ്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, -help കൊടുക്കാം. ഓക്കെ, നമ്മുടെ നെറ്റ് ക്യാറ്റിൻ്റെ കേസ് പോലെ തന്നെ ഇവിടെ നമുക്ക് റിമോട്ട് ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ലോഗിൻ്റെ ഒരു സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യായിരുന്നു. പക്ഷേ ടെൽനെറ്റ് വരുമ്പോൾ അവിടെ ലോഗിൻ വരുന്നുണ്ട്. നമുക്ക് കാണാം ലോഗിൻ ടു റിമോട്ട് സിസ്റ്റം ഹോസ്റ്റ് ഓപ്ഷണലി ഓൺ സർവീസ് പോർട്ട്. അതായത് ആ ടാർഗറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ കമാൻഡ് ചെയ്യാൻ ക്ലിയർ ചെയ്യാണ് സ്ക്രീന്. കമാൻഡ് കൊടുക്കാം. ടെൽനെറ്റ് സ്പേസ് നമ്മുടെ IP അഡ്രസ് 192.168.1.13. ഓക്കെ, നമ്മളത് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ട്രൈയിങ് ടു, അതായത് അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബാനർ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അതായത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ബാനറാണ് ടെൽനെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാണാം വാർണിംഗ് നെവർ എക്സ്പോസ് ദിസ് VM ടു അൺട്രസ്റ്റഡ് നെറ്റ്വർക്കും കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് അതേപോലെ തന്നെ ലോഗിൻ വിത്ത് MSF admin ടു ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഡിസ്ക്ലോസർ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡിസ്ക്ലോസർ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ആണ്. മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു വൾണറബിലിറ്റിയാണ് വെബ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇതേപോലെ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഈ കേസിൽ ഇത് ഇൻഫർമേഷൻ ഡിസ്ക്ലോസർ വൾണറബിലിറ്റി ആണ്. കാരണം ഈ യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വരാൻ പാടില്ല. ഇതിപ്പോൾ ഒരു വൾണറബിൾ മെഷീൻ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. ഒരു റിയൽ ടൈം കേസിൽ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു ഡാറ്റ ഒരിക്കലും എക്സ്പോസ് ആവില്ല. പകരം വല്ല ജാവാസ്ക്രിപ്റ്റ് ഫയലിലോ അല്ലാതെ എങ്ങനെയും ഫയലായിട്ട് ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടാവും. നമ്മളത് കണ്ടുപിടിക്കണം. ഇതേപോലെ പബ്ലിക്കായിട്ട് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലൊന്നും സെൻസിറ്റീവ് ഡാറ്റ ഇങ്ങനെ വരില്ല. ഇത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ ആയതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മതി. യൂസർ നെയിം പാസ്വേഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. MSF admin പാസ്വേഡ് ഓൾസോ അത് തന്നെയാണ്. MSF admin കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിൾ എങ്ങനെ ലോഗിൻ ചെയ്യുന്നോ അതേപോലെ കമാൻഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പാസ്വേഡ്, ലാസ്റ്റ് ലോഗിന്, നോമയിലൊക്കെ നമ്മൾ അവിടെ കണ്ട് നല്ല പരിചയമുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മുമ്പെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് റൂട്ട് ആക്സസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം എന്ത് ആക്സസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഊവാമ കൊടുത്താലോ, ഇതാ കണ്ടില്ലേ, MSF അഡ്മിൻ ആണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിയർ കമാൻഡ് വർക്ക് ആവില്ലെന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നമുക്കിവിടെ നോക്കാം. ഹുവാമൈ കമാൻഡ് കൊടുത്തപ്പോൾ വന്നത് MSF അഡ്മിൻ ആണ്. അതായത് നേരത്തെ നമുക്ക് റൂട്ട് ആക്സസ് കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് റൂട്ട് ആക്സസ് ഇല്ല. പക്ഷെ നമുക്ക് റൂട്ട് ആക്സസ് എടുക്കാം, ഒരു പാടുമില്ല, എളുപ്പമാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു നോർമൽ യൂസറിൽ നിന്ന് റൂട്ട് ആക്സസ് എടുക്കുന്നതെന്ന്. ഞാൻ നെറ്റ്വർക്ക് കമാൻഡ് എന്ന വീഡിയോയിൽ എല്ലാം കാര്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. സൂഡോ SU ആണ് എന്നുള്ള കമാൻഡ്, അല്ലെങ്കിൽ -i ഓൾസോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് പ്രിവിലേജ് കിട്ടും. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ഫോർ MSF അഡ്മിൻ ആണ് ചോദിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കാലി ലിനക്സിൻ്റെ ഓർമ്മയിൽ ആരും നിങ്ങളുടെ കാലി ലിനക്സിൻ്റെ പാസ്വേഡ് കൊടുക്കരുത്. MSF അഡ്മിൻ്റെ പാസ്വേഡാണ് ചോദിക്കുന്നത്. നമുക്കറിയാം MSF അഡ്മിൻ തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നേരെ റൂട്ട് ആക്സസ് കിട്ടി. ഇനി ഹുവാമ കൊടുത്താലോ, ഇതാ നമ്മൾ റൂട്ടായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വഴി ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്യുന്നത് വളരെ എളുപ്പമാണല്ലോ കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കുറച്ച് ടഫായിട്ടുള്ള എക്സ്പ്ലോയിറ്റിംഗ് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ മെറ്റ് എക്സ്പ്ലോയിറ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ എക്സ്പ്ലോയിറ്റിംഗ് കാര്യങ്ങളൊക്കെ വിൻഡോസിൽ പെർഫോം ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് നമ്മളൊരു പാടുള്ള ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇവിടെ ഈ കേസിൽ നമുക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് ആക്സസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി എന്ത് ആക്ഷൻ വേണമെങ്കിലും പെർഫോം ചെയ്യാം. LS കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് വൾണറബിൾ എന്നൊരു ഫാക്ടറി ഉണ്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. PWD കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാത്ത് IFconf കൊടുത്തു കഴിഞ്ഞാൽ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാനുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് FTP ചെയ്ത് നോക്കി. FTP കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് കുറച്ച് ലേശം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ബാക്കി രണ്ടും നമ്മൾ കോമൺലി കണ്ടുവരുന്ന 2 വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്തതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ടെക്നിക്കൽ പരമായിട്ടാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ചെയ്ത് നമ്മൾ ഹ്യൂമൻ എറർ എക്സ്പ്ലോയിറ്റ് ആണ്. ഇതാണ് ഇപ്പോൾ ആക്സസ് കാര്യങ്ങൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.